ലക്ഷ്മി പത്മ, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ഒരു നിർദ്ദേശം, നിങ്ങളുടെയല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിർദ്ദേശം സത്യത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക. കാരണം കോൺഗ്രസ്സിന് ഇതിനൊന്നും പറ്റുന്ന സംഘടനാ സംവിധാനം ഇല്ല കേരളത്തിൽ. എന്തിനു പറ്റുന്ന? അവർ സ്ഥാനാർത്ഥികളാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വോട്ടുണ്ടോ ഇല്ലയോ, അവരുടെ രേഖകൾ കറക്റ്റാണോ ഒന്നും നോക്കാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനോട് ഇനി പറയുക, നിങ്ങൾ സ്ഥാനാർത്ഥികളാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഒന്ന് തന്നാൽ ഞങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ആ സമയത്ത് സമയബന്ധിതമായി ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തിക്കോളാം. എന്നാലെങ്കിലും ഞങ്ങൾക്കെതിരെയുള്ള ഒരു ആക്ഷേപം കുറയല്ലോ. ഈ കോളേജ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, കേരളത്തിലെ കോളേജുകളിൽ എതിരില്ലാതെ SFI വിജയിക്കുമ്പോൾ KSUക്കാർ, അന്നത്തെ KSUക്കാരൊക്കെ ഞങ്ങളൊക്കെ SFI ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കും, ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മത്സരിക്കാൻ കാൻഡിഡേറ്റ് ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, എതിരില്ലാതെ ഞങ്ങൾ ജയിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ ഏതെങ്കിലും SFIക്കാരെ KSUക്കാർക്ക് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിർത്തിത്തരണോ എന്നൊക്കെ തമാശയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ കേരളത്തിലെ കോൺഗ്രസിനോട് നിങ്ങളുടെ ദുർബലമായ സംഘടനാ സംവിധാനത്തെ ഞങ്ങൾ ശക്തിപ്പെടുത്തി തരണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒരാളെ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ, അദ്ദേഹം ഈ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഉള്ള ആളല്ല, അദ്ദേഹത്തിനെ അതിൽ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്നാൽ അദ്ദേഹത്തെ കുപ്പായം ഇടിപ്പിച്ച് കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്ക് ഇറക്കി റോഡ് ഷോ നടത്തി വലിയ വീരവാദം ഇറക്കുന്നവർക്ക് ഒരു 5 മിനിറ്റ് പോരായിരുന്നു, ഒരു 5 മിനിറ്റ്. ഇനി ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്തും സമയമുണ്ടായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പും ഇവർ വീണ്ടും അനുവാദം കൊടുത്തു, കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും വോട്ട് ചേർക്കാൻ. എത്ര തവണ അവസരം കൊടുത്തു? ഇവരിങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ? ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു സംസാരം കേട്ടാൽ, UDFൻ്റെ ഒക്കെ ഒരു വല്ലാത്ത ആക്ഷേപം കേട്ടാൽ ഞങ്ങൾ എന്തോ തെറ്റു ചെയ്തു, ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടാണോ ഇദ്ദേഹത്തെ പുറത്താക്കിയത്? അല്ലല്ലോ. ഞങ്ങൾ ഒന്നും എവിടെയും ചലഞ്ച് ചെയ്തിട്ടില്ല VM വിനുവിൻ്റെ കാര്യത്തിൽ.